ഡൽഹിയിൽ അങ്ങനെ താമര വിരിഞ്ഞു. ആദ്യം തന്നെ ബി.ജെ.പിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വൈകിപ്പോയ ഒരു വീഡിയോ ആണ്, ക്ഷമിക്കണം. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ബി.ജെ.പി ഭരിക്കും. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എ.പി.യുടെ വീഴ്ച വളരെ പൈശാചികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എ.പി.യുടേത്. കാരണം ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു രാജാവിന്റെ അധപ്പതനം, അതാണ് ഇപ്പോ എ.പി എന്ന പാർട്ടിക്കും കെജ്രിവാൾ എന്ന നേതാവിനും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അറിയാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. ഡൽഹി തെരഞ്ഞെടുപ്പ് രാജ്യമൊട്ടാകെ ഉറ്റുനോക്കി ഒന്ന് തന്നെയാണ്. രാജ്യ തലസ്ഥാനയിൽ ഇനി ആര് ഭരിക്കും എന്നുള്ളത്. ഈ വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം ഓരോ ഇന്ത്യക്കാരനും ലഭിച്ചിരുന്നു, അല്ലെ? കാരണം അതുപോലെ തൂത്തുവാരി ബി.ജെ.പി. ഈ ഒരു വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ബി.ജെ.പി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരുപക്ഷെ വർഷങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമായി തന്നെയാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ എ.പിയിലുള്ള വിശ്വാസം തകർക്കുക എന്നുള്ളത് ചെറിയൊരു പണിയൊന്നും അല്ലായിരുന്നു. ഗ്രൗണ്ടിൽ ഇറങ്ങി പരിശ്രമിച്ചത് കൊണ്ട് തന്നെ ഉണ്ടായ നേട്ടമാണ് ബി.ജെ.പിക്ക്. കെജ്രിവാൾ എന്ന നേതാവിനെ ഡൽഹി ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇറക്കുക ചെറിയൊരു കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് ബി.ജെ.പി കളിച്ച ആ ഒരു ഗെയിം, അത് ഗംഭീര ഗെയിമായിരുന്നു. അതിൽ അവർ വിജയിച്ചു. യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗെയിമാണ്. എതിർപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റവും ചെല്ലാൻ ഇവർ മടിക്കില്ല. എ.പിയുടെ കുറച്ചു കാലത്തെ വീഴ്ചകൾ തന്നെ അതിനൊരു ഉദാഹരണം തന്നെയാണ്, അല്ലെ? ഇതൊരു അട്ടിമറി വിജയമെന്നോ അല്ലെങ്കിൽ എ.പിയെ ബി.ജെ.പി ആപ്പിലാക്കി എന്നൊക്കെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ആര് ഭരിച്ചാൽ എന്ത്, ആര് വന്നാൽ എന്ത്. ഇവിടെ ചോദ്യം ഡൽഹി മാറുമോ എന്നുള്ളതാണ്. മാറ്റം എന്നത് വികസനമല്ല ഡൽഹിയെ സംബന്ധിച്ച്. കാരണം കുറെ അമ്പലങ്ങൾ ഇനി പണിതിട്ടും അല്ലെങ്കിൽ റോഡുകൾ നന്നാക്കിയിട്ടും വാഹനങ്ങളുടെ പെരുപ്പം കുറച്ചിട്ടും ഒന്നുമല്ല വികസനങ്ങൾ വരേണ്ടത്. ഡൽഹിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? കുറച്ച് ശുദ്ധവായു ആണ്. അതൊരു പക്ഷേ ഒരു അഹങ്കാരമായിട്ട് പറയും ഈ ഒരു ശുദ്ധവായു പ്രയോഗം. കാരണം ശുദ്ധവായു ഒന്നും വേണ്ട, ഒരു ശരാശരി മനുഷ്യന് ശ്വസിക്കാൻ പാകത്തിനുള്ള ഒരു സിറ്റി ആക്കി മാറ്റാൻ സാധിക്കുമോ ഡൽഹിയെ? 2023 ഏറ്റവും അടുത്ത സർവേ ഡേറ്റ അനുസരിച്ച് ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റീസ്, അതായത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഈ സിറ്റികളിലാണ്. അതായത് ഇന്ത്യയിലെ ഡൽഹി, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ലാഹോർ, ചൈനയിലെ ബീജിംഗ്, ഈ 3 സിറ്റികളാണ് ഏറ്റവും മോശപ്പെട്ട വായു ലഭിക്കുന്ന സിറ്റികൾ. എന്തുകൊണ്ടാണ് ഇത്രയും മലിനവായു ഉണ്ടാകാനുള്ള ഒരു കാരണം? അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എമിഷൻസ്, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും വരുന്ന ഈ പുക, എക്സോസ്റ്റ്, കൺസ്ട്രക്ഷൻസ് വർക്കുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, ഇതെല്ലാം കാരണങ്ങളാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞ ഒന്നാണ്. ഏതാനും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന ഡൽഹി വാനിഷായി പോകാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് ഡൽഹി എന്നത്. ശ്വസിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പം ജനം എന്ത് ചെയ്യും? അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. ഇതാണ് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഡൽഹിയുടെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഗവൺമെന്റ് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ വിജയം തന്നെയാണ്. അല്ലെങ്കിൽ ഡൽഹി മാറാൻ തുടങ്ങിയാൽ അവിടെ ബി.ജെ.പി നേടിയെന്ന് തന്നെ അർത്ഥം. അല്ലെങ്കിൽ ഇത് വെറും എ.പി ഇല്ലാതാക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായി മാറും. ഇപ്പം തന്നെ 3-2 ഭൂരിപക്ഷം ആണ് ബി.ജെ.പിക്ക് ഡൽഹിയിൽ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിൽ 8 സീറ്റുകൾ മാത്രം നേടിയ ബി.ജെ.പി ഈ വർഷം 42 സീറ്റുകളാണ് കൈവരിച്ചിട്ടുള്ളത്. എ.പി ഒട്ടും മോശമായ പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. 2% വ്യത്യാസത്തിലാണ് വിജയം നഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ 2% എന്നത് സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്, അല്ലെ? ഈ 2% വ്യത്യാസം ഇല്ലാതാക്കാൻ ബി.ജെ.പി അതിഗംഭീരമായി പ്രയത്നിച്ചിരുന്നു. ബി.ജെ.പിയുടെ ലക്ഷ്യം ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. പക്ഷെ അത് ലഭിക്കാതിരുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന്? ദളിത് വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ആം ആദ്മിയുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. അങ്ങനെ അവർ കൂടെ നിൽക്കാനുള്ള ഒരു കാരണം ഡൽഹി ആം ആദ്മി നൽകിക്കൊണ്ടിരുന്ന സൗജന്യങ്ങളായിരുന്നു. ഇനി എത്ര അഴിമതി വീരനാണെങ്കിലും ഡൽഹിയുടെ താഴെക്കിടയിൽ കിടക്കുന്ന വിഭാഗത്തിന് ആം ആദ്മി കൈത്താങ്ങായി മാറിയിരുന്നു. സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ഇലക്ട്രിസിറ്റി, സൗജന്യ ചികിത്സ, ഇതെല്ലാം ഇനി അവർക്ക് നഷ്ടമാകാൻ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ആം ആദ്മിയെ മോശമാക്കി ചിത്രീകരിക്കാൻ മറ്റുള്ള പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തെയോ അല്ലെങ്കിൽ ദളിത് സമൂഹത്തെയോ ബാധിക്കുന്നില്ല. അവർക്ക് ലഭിച്ചിരുന്ന ബേസിക് നീഡ്സ്,
അതാണ് അവിടെ തടസ്സപ്പെടാൻ പോകുന്നത്. ഡൽഹിയിലെ ദളിത് വിഭാഗം ഏറ്റവും ദരിദ്രരായിട്ടുള്ളവരാണ്. ഇപ്പൊ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവരും അല്ലെങ്കിൽ റോഡ് ക്ലീൻ ചെയ്യുന്നവരും എല്ലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആം ആദ്മിയെ വലിയൊരു വിശ്വാസമായിരുന്നു. ഇവിടെ ആം ആദ്മിക്ക് പണി കൊടുത്തിരിക്കുന്നത് മറ്റാരുമില്ല, ഡൽഹിയിലെ മിഡിൽ ക്ലാസ് വിഭാഗമാണ്. ആം ആദ്മിക്ക് ഡൽഹിയിൽ അധികാരം നഷ്ടമാകാനുള്ള കാരണം ഈ ഒരു വിഭാഗമാണ്. BJPയുടെ ലക്ഷ്യവും ഈ മിഡിൽ ക്ലാസിനെ തന്നെയായിരുന്നു. അതിനായിരുന്നു ഡൽഹി ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയ ഇലക്ഷൻ ബജറ്റും ഇൻകം ടാക്സ് എന്ന ബോംബ്. അത് ഡൽഹിയുടെ മിഡിൽ ക്ലാസിനെ മൊത്തത്തിൽ BJPക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ഡൽഹിയിലെ മിഡിൽ ക്ലാസ് വിഭാഗം ഭൂരിഭാഗം എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഇവരുടെ വോട്ടിനെ സായുക്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, BJPക്ക് ഉണ്ടായിരുന്നത്. ഡൽഹിയെ പിടിച്ചെടുക്കാൻ BJP കൈക്കൊണ്ട അവസാനത്തെ ഒരു തന്ത്രം തന്നെയായിരുന്നു. അതിൽ BJP വിജയിക്കുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മത്സര പട്ടികയിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിരുന്നു അല്ലെ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. വെറും 6% വോട്ടുകൾ മാത്രമേ കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ഈ ഒരു മത്സരം BJP വേഴ്സസ് ആം ആദ്മി ആയിരുന്നു. പിന്നെ ഒരു അക്കൗണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിർഭാഗ്യവശാൽ അതുപോലും ഉണ്ടായില്ല എന്നതാണ്. BJPയുടെ വിജയം ആം ആദ്മി എന്ന പാർട്ടിയെ പൂർണ്ണമായും വാനിഷ് ആക്കി കളയാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു. ഇവിടെ ആം ആദ്മിയെ ഇല്ലാതാക്കുക എന്നതിന് ഉപരി അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും BJPയുടെ ലക്ഷ്യം കൈവരിക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഡൽഹിക്ക് മാറ്റം ഉണ്ടാകുമോ അതോ ഇതിലും ഭീകര അവസ്ഥയിലേക്ക് ഡൽഹി നീങ്ങുമോ എന്നുള്ളത് വരും BJP ഭരണത്തിൽ അറിയാൻ നമുക്ക് സാധിക്കും.